ടാഗ് കൊടുത്തിട്ട് ഓക്കെ ഞാൻ ഇത് തന്നതിന് എനിക്ക് തിരിച്ചു കിട്ടണമെന്ന്. അതെന്നാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ ആ കൊച്ചിനോട് എഴുതി വെച്ചാണ് ഇത് കച്ചവടമാണ്, നിനക്ക് ഞാൻ തരുന്നത് ഇന്ന പ്രൈസ് സ്റ്റൈലിൽ നീ എനിക്ക് തിരിച്ചു തരേണ്ടതാണ്, ഇത്രത്തോളം ഇതോളം അതൊക്കെ പറയണം. അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ആര് കുഞ്ഞ് ജനിച്ചാലും നോക്കും ഇല്ലേ? നമ്മളൊരു പൂച്ചക്കുട്ടീനെ വളർത്തുന്നത്, നമ്മൾ അതിന് ഫുഡ് കൊടുക്കുന്ന, അതിന് കൊടുക്കണത് സർവൈവ് ചെയ്യണമെങ്കിൽ കൊടുക്കണം. അതിലെന്തെങ്കിലും വയ്യായിക വന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് ഒന്നും കൂടെ റീതിങ്ക് ചെയ്യാനേ പറയാൻ പറ്റത്തുള്ളൂ. വരെ മക്കളോർത്തിട്ട് സഹതാപം തോന്നുന്നത്, പാവന്ന് തോന്നുന്നുണ്ട്. ഏത് പോയിന്റിലാണ് അതിലേക്ക് ഷെൽട്ടർ ഹോമിലേക്ക് ചേഞ്ച് ചെയ്യാം? എന്നെ വീട്ടുകാർ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഒരുപാട് പ്രാവശ്യം. അതിലിപ്പോഴും കുറച്ച് സെന്റിമെന്റ്സ് ഉള്ള കൂട്ടത്തിലാ തോന്നണം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഉമ്മേനെ വിളിക്കുക, അല്ലെങ്കിൽ ഉമ്മയല്ലേ സെന്റിമെന്റ്സ് ആണ് ഇപ്പല്ലോ. ചില വീഡിയോസ് ഒക്കെ ഉണ്ട്. ഞാനാണ് പിന്നെ ഇവളോട് പറയുന്നത് ഉമ്മയല്ലേ പോട്ടേന്ന് ഇടയ്ക്ക് വിളിക്കുക. വീണ്ടും നിങ്ങൾക്ക് ആ ഒരു അബദ്ധം പറ്റൂല. അപ്പൊ ഇങ്ങനെ മാനിപ്പുലേറ്റഡ് ചെയ്യാണെന്നൊക്കെ ആ ഒരു പോയിന്റ് എപ്പോഴാണ് മനസ്സിലായത് ഷെൽട്ടർ ഹോമിലേക്ക് പോകാം, അങ്ങനെ ചേഞ്ച് ആവാന്ന്? ഇവളെ പിടിച്ചോണ്ട് പോയി. അതിനുശേഷം പോലീസ് വന്ന് അപ്പൊ അവിടെ ചെന്ന് സംസാരിച്ച് ഇങ്ങനെ അബ്യൂസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് പോലീസുകാരും വലിയൊരിത് കാണിക്കുന്നില്ല. എടുക്കണോ, നിനക്ക് താഴെ ഒരു അനീതി ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പൊ ഞാൻ കേസ് എടുത്തിട്ട് അതപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ വിട്ടു. കാരണം എന്റെ ഫോക്കസ് എനിക്ക് നൂറേനെ കിട്ടണം. അവള് ബലായിട്ട് കൊണ്ട് അവള് ഓക്കെ എനിക്ക് നീയായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം പോവാന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, അവളുടെ കാര്യമാണ്. ഞാൻ പിന്നെ പോകത്തില്ല. ഇത് അതല്ല, പിടിച്ചോണ്ട് പോയേക്കാണ്. അപ്പൊ ആ ഒരു ഇതില് ഞാൻ പിന്നെ മറ്റേത് ഒന്ന് വിട്ടു. പിന്നെ എന്തായാലും നമുക്ക് രാത്രി ആവുമ്പോ എവിടെയെങ്കിലും പോകണം. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റില്ല. 8 ദിവസം പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഷെൽട്ടർ ഹോം വേണം, വീട്ടിലോട്ട് ഞാൻ പോവില്ല, എനിക്ക് അവിടെ പറ്റില്ല പറഞ്ഞു. അവിടെ അപ്പുറത്ത് ഫാദർ ഒക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവരെ ഇവളത്ര അബ്യൂസ്ഡ് ആയിട്ട് ഇവളെ പാരന്റ്സും റിലേറ്റീവ്സും പറയണം ഒന്നും നടക്കാത്ത പോലെ പറയണേ പോലീസിനോട്, ഞങ്ങളെ പറ്റി ഒന്നും കുറ്റം പറയല്ലേ എന്നുള്ളത് മാനിപ്പുലേറ്റ് ചെയ്ത്. അത് ഇവള് സമ്മതിച്ച് ഞാൻ പറയുന്നത്. പക്ഷെ അവര് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, കാരണം അല്ലെങ്കിൽ ഞാൻ അവിടെ എന്താവും എനിക്ക് അറിയില്ല. എന്റെ നിലനിൽപ്പ് എനിക്ക് നോക്കണമല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഇനി അവരോട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നെ മാറ്റണം പറഞ്ഞു ഷെൽട്ടർ ഹോമിലോട്ട് മാറ്റി. പക്ഷെ അവിടെയും ഫോണൊന്നും കൊടുക്കരുത് എന്ന് വീട്ടുകാർ പറഞ്ഞതിന്റെ ഇതിൽ എനിക്ക് ഫോണൊന്നും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു ഇന്ന സമയം ഇത്ര ഒരു ടൈമിനുള്ളിൽ ആ ഒരു ടൈം മാത്രമേ ഫോണ് കിട്ടത്തുള്ളൂ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് മാറി. പക്ഷെ അങ്ങോട്ട് മാറിയപ്പോ അവിടെയും കുറെ ഒറ്റക്ക് ആയിട്ടുള്ള ഒരാൾക്കാരാ. അപ്പൊ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഭയങ്കര അവിടെ ഉമ്മയൊക്കെ വന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മയും കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അപ്പൊ ആരും ഇല്ലാന്നുള്ളൊരു തോന്നലൊക്കെ ആയിപ്പോയി. ഇവിടെ കോണ്ടാക്റ്റിൽ എന്തായി അറിയില്ല, സൗദിക്ക് കൊണ്ടുപോയോ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ 8 ദിവസം പോയി. പക്ഷെ അതൊരു 8 വർഷത്തിന്റെ ഒരു ഇതായിരുന്നു എനിക്ക്. അതെ അതെ അതെ. ഈ ഒരു 8 ദിവസത്തിൽ അതിൽ ഇത്രയൊക്കെ ചിന്തിച്ചു എന്തൊക്കെയായിരിക്കും നൂറയ്ക്ക് വിട്ടത്? നൂറ എങ്ങനെയായിരുന്നു ലൈക് അതില് ഈ ഒരു 8 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ടേ ഇരിക്കുവാണല്ലോ, ഒരു ടെൻഷനും പേടിയൊക്കെ. ആ നൂറ എങ്ങനെയാ സർവൈവ് ചെയ്തേ? ആക്ച്വലി ഞാൻ സർവൈവ് ചെയ്യാൻ നോക്കി. ഞാൻ ആ 8 ദിവസം എന്ന് പറയുന്നത് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. കരച്ചിലോടെ കരച്ചിലായിരുന്നു, ഫുൾ ടൈം കരച്ചില്ല. എനിക്ക് ഇവളെ പറ്റി എന്താ അറിയുന്നില്ല, കോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്തോ, ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്നൊക്കെയുള്ള നല്ല ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കരഞ്ഞും ഞാൻ ഇവരെ കാല് പിടിച്ചിട്ട് പോലും ഇവര് ഫോൺ തരൂല. ഫോൺ തരുമോന്ന് ചോദിച്ചാൽ പറയാ അത് പോലീസ് എടുത്തു വെക്കാൻ പറഞ്ഞിരിക്കുന്നു, ആർക്കും എടുക്കാൻ പറ്റില്ല. ഓക്കെ, ആർക്കും എടുക്കാം, എല്ലാരും കൂടെ ചേർന്ന് കളിക്കുന്ന കളിയാണിത്, അതെടുക്കാൻ പറ്റൂല. അതില ഓക്കെയാണ്. അങ്ങനെ ഞാന് ഭയങ്കര മാനിപ്പുലേറ്റഡ് ആവുന്നുണ്ടായിരുന്നു അവിടുന്ന്. ഞാൻ എങ്ങനെയല്ല പറഞ്ഞ, ഞാൻ വീട്ടിലോട്ട് പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഞാൻ ഹാപ്പി ആണെന്നൊക്കെ എന്നെ ഓക്കെ ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞതാണ്, ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി. പക്ഷെ അത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ അവര് കുറെ മതത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ ചേഞ്ച് ആക്കാൻ നോക്കി. അവിടെ ഒരു ഉസ്താദോ തങ്ങളോ ആരും ഉണ്ടായിരുന്നു. അയാളാണ് ആ ഒരു 8 days സംതിങ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നോട്, ഒറ്റ സമയം പോലും ഇങ്ങനെ വിടാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ലൈക്ക് ചേഞ്ച് മൈ മൈൻഡ്. ഓക്കെ, ഇപ്പൊ ഇസ്ലാമിക് രീതിയിൽ ഒരു ഇത് തരുവാണ്, ഒരു പ്രീച്ച് തരുവാണ് മാറാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാനതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഓക്കെ പറഞ്ഞ് ഓക്കെ ഞങ്ങൾ പറയുന്നൊക്കെ കേൾക്കാം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ സെറ്റാക്കി. അവസാനം എനിക്ക് ഓളെ കാണണം, ഓളെ വീഡിയോസ് റിട്രീവ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാലും ഓള് ചെയ്യുള്ളൂ. അങ്ങനെ അവസാനം ഞാൻ പോയി പറയാം, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേൾക്കാം, ഓളെ കൂടെ ഞാൻ പോവില്ല, എനിക്ക് നേരിട്ടൊന്ന് കാണണം, ഞാൻ പറയാം റിട്രീവ് ചെയ്യാന്ന് പറഞ്ഞു. അവിടെ എത്തിയിട്ട് ഞാൻ കാലുമാറി വിളിച്ചാ പറഞ്ഞതോള്. അതും പക്ഷെ നടന്നില്ല. എന്നിട്ടാണ്
കാരണം ഒരു ലാസ്റ്റ് ഒരു കച്ചിത്തുരുമ്പാണല്ലോ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുക എന്ന് പറയുന്നത്. അവര് പറഞ്ഞ സംബന്ധിച്ചിട്ട് ആ ഒരു ടൈമില് ഇത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളും അത് തിരിച്ച് വർക്ക് ആയിട്ടാന്ന് പറഞ്ഞ് നിൽക്കണമല്ലോ, നല്ല നമുക്ക് മീറ്റ് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ ഉമ്മമാര് മാത്രല്ലേ ഇത് അറിഞ്ഞിരുന്നത്. വാപ്പയുടെ ചെവിയിൽ എത്തിക്കാതെ അവര് തന്നെ സൂക്ഷിച്ചു. ഇപ്പം സാധാരണ പെൺകുട്ടികൾ എപ്പോഴും അച്ഛന്മാരായിട്ടാണ് ഭയങ്കര കണക്ഷൻ, അല്ലെങ്കിൽ അച്ഛന്മാർക്ക് പെൺകുട്ടികളെയാണോ ഭയങ്കര കാര്യം എന്നൊക്കെയാണല്ലോ. കൂടുതൽ ഒരു അഫെക്ഷൻ ഒക്കെ നമുക്ക് ലേഡീസിന് അച്ഛന്മാരോടാണ് തോന്നുന്നത് എന്നൊരു ടാഗ്ലൈൻ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പൊ നിങ്ങൾക്കിപ്പം ആ സമയത്തൊക്കെ വാപ്പമാരോട് എങ്ങനെയായിരുന്നു കണക്ഷൻ? ഈ എങ്ങനെയത്തെ ഉള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങളുടെ? എന്റേത് പറയുകയാണെങ്കിൽ എന്റെ ഉപ്പ എന്നോട് ഓവർ സംസാരിക്കാറില്ല. ഓക്കെ, ഇഫ് ചെറുപ്പം തൊട്ടാണെങ്കിൽ പുള്ളി ഓവർ സംസാരിക്കൂല, മക്കളോടൊന്നും അങ്ങനെ ഒരു കണക്ഷൻ ഒന്നും പുള്ളിക്കില്ല. ജസ്റ്റ് എന്തെങ്കിലും സാധനം വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം എന്ന് പറയുമ്പോൾ വാങ്ങിത്തരും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും വേണം അങ്ങനെ പറയുമ്പോൾ വാങ്ങിത്തരും, പ്രൊവൈഡ് ചെയ്യും. അല്ലാണ്ട് പുള്ളിയായിട്ട് നമ്മളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളോടൊന്ന് സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യുക, അങ്ങനെ യാതൊരു സംഭവവും പുള്ളിക്കില്ല. പിന്നെ ഈ ഉമ്മ ആണ് മക്കളോടൊക്കെ അധികം സംസാരിക്കല്, പക്ഷെ അതും അത്ര ഓക്കെ അല്ലായിരുന്നു. അതിലേക്ക് എങ്ങനെയായിരുന്നു? ഫാദറായിട്ട് അറ്റാച്ച്ഡ് ഒക്കെ ആയിരുന്നു, പക്ഷെ ആ ഒരു സംഭവമൊക്കെ കാരണം പിന്നീട് അങ്ങനെയുള്ളൊരു മനുഷ്യനെ ആണല്ലോ അത്ര അറ്റാച്ച്ഡ് ആയിട്ട് വെച്ചെന്നുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് പപ്പ ഭയങ്കരമായിട്ട് റേസ് ആയതും കാര്യങ്ങളൊക്കെ. അതുവരെ നിങ്ങൾ ഭയങ്കര കമ്പനി പറഞ്ഞ ആള് ഞാൻ പറഞ്ഞല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മള് ആ ഒരു ഇതില് നമ്മളിപ്പോ മക്കളായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് കാട്ടിയാലോ നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും ആ ഒരു ടൈമിലൊക്കെ. പക്ഷെ നമ്മള് വേറെ ആരും ഇല്ല, നമ്മള് അവരോട് എപ്പോഴും കാണണേക്കല്ലേ. ഒരു വീട്ടിൽ നമ്മളങ്ങനെ എനിക്കങ്ങനെ മുഖം കടിച്ചു പിടിച്ച് ഒരു എൻവയോൺമെന്റിൽ നിൽക്കാൻ പറ്റാത്ത ഒരാളാ. ഇങ്ങോട്ട് വന്ന് മിണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോയി മിണ്ട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നൂറയ്ക്ക് സിസ്റ്റേഴ്സ് അല്ലേ? ഒരു ബ്രദർ ഉണ്ട്. ഇപ്പൊ രണ്ട് സിസ്റ്റേഴ്സ് നൂറേനെ മനസ്സിലാക്കുമെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചു? അവരെങ്കിലും എന്റെ ഒപ്പം ഉണ്ടാവും അങ്ങനെ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്ന? ഓല് മനസ്സിലാക്കും. എനിവേസ് ഇപ്പൊ പാരന്റ്സ് കാണുന്നത് എന്താണ്, ഓളെന്റെ മോളാണെന്ന് പോലും നോക്കാണ്ട് കൊല്ലാൻ വരെ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാനും ഓലെ സിസ്റ്റർ തന്നെയാണ്. ഓക്കെ, ഓൾക്ക് എന്തായാലും എന്താണ് ഓലെ മനസ്സിൽ എന്തായാലും ഞാനുണ്ടാവും. ബിക്കോസ് ഐ വാസ് ദെയർ ഫോർ എ ലോങ് ടൈം വിത്ത് ദം. അപ്പൊ ഓൾക്ക് എന്തായാലും ഓലെ മനസ്സിൽ ഉണ്ടാവും. ആസ് എ സിസ്റ്റർ ഞാൻ എന്താ ഗോ ത്രൂ ചെയ്തെന്നൊക്കെ ഓല് കണ്ടതാണ്. അപ്പൊ ഉറപ്പായിട്ടും ഓല് മനസ്സിലാക്കും. നമ്മള് കണ്ടിരുന്നു കണ്ടിരുന്നു താഴെയുള്ള സിസ്റ്ററിനെ. കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ഇല്ല, വീട്ടില് പ്രശ്നമായി. നമ്മള് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് നൂറേനെ കാണാനും. പക്ഷെ പാരന്റ്സ് അവിടെ ഒരു ബാരിയർ ആയിട്ട് വരികയാണ്. ഓക്കെ. ഏറ്റവും അടുപ്പമുള്ള ഏത് സിസ്റ്ററിനോടായിരുന്നു? സെക്കൻഡ് സിസ്റ്റർ തൊട്ട് താഴെ ഏറ്റവും കാര്യങ്ങൾ ഷെയർ ചെയ്യും? തൊട്ട് താഴെ ഉള്ളത്. ഓക്കെ, ഡിഫറൻസ് ഇല്ല. ഞാൻ ഭയങ്കര ക്ലോസ് ആയി. ഇവൻ റിലേഷൻഷിപ്പ് ഒക്കെ അറിയാം, പക്ഷെ റിലേഷൻഷിപ്പിന്റെ കാര്യം ഞാൻ അങ്ങനെ ഓളോട് പറയലില്ല. പക്ഷെ ഞാൻ പറയലുണ്ട് ഓളോട്. എന്തായാലും അറിയാം, അവള് നമ്മള് കണ്ടപ്പോ പറഞ്ഞായിരുന്നു എന്നെ പിടിച്ച് പിന്നെ ഞാൻ അതിനെ പറ്റി ഒന്നും ബോധര, കാരണം എനിക്കറിയാം നീ പോകുന്നു. ഞാൻ ഓളോട് ആ വീട്ടില് ആരോടാണ് ഓപ്പൺ അപ്പ് ചെയ്തെന്ന് ചോദിച്ചില്ലേ, ഞാൻ ഓളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മിന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങും എന്തായാലും, കാരണം പാരന്റ്സിന്റെ ഈ ഒരു സ്റ്റേറ്റ് ആൻഡ് ഓൾ എനിക്ക് പറ്റൂല, ഞാൻ ഇവിടുന്ന് എന്തായാലും ഇറങ്ങും, എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണം, എനിക്ക് വേണ്ടി ജീവിക്കണം. അപ്പോൾ ഓള് പറയും യെസ് യു ക്യാൻ ഡു, ഇറ്റ്സ് യുവർ ലൈഫ്. അത്രേ ഓള് പറയുള്ളൂ, അതിൽ കൂടുതലൊന്നും പറയൂല.